ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 55ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്ന ഈ ഒരു വിപ്ലവത്തെ കുറിച്ചാണ്. PSC എക്സാമുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തു നിന്നും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളിതെല്ലാം ഒരു കഥ പോലെ തന്നെയാണ് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം. കാരണം ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും. അതേപോലെ തന്നെ ചെറിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ ഗ്ലോറിയസ് റവല്യൂഷൻ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റവല്യൂഷൻ, രക്തരഹിത വിപ്ലവം എന്നൊക്കെയാണ് ഈ വിപ്ലവം അറിയപ്പെടുന്നത്. വിപ്ലവം നടക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1688 1689 കാലഘട്ടങ്ങളിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത്. 17ാം നൂറ്റാണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഏത് നൂറ്റാണ്ടിലാണ് വിപ്ലവം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് സ്റ്റുവർട്ട് രാജാക്കന്മാരെയും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു രാജവംശം എന്ന് പറയുന്നത് ടൂഡർ രാജവംശമാണ്. അപ്പോൾ സ്റ്റുവർട്ട് രാജവംശത്തെക്കുറിച്ചും അതേപോലെ തന്നെ ടൂഡർ രാജവംശത്തെക്കുറിച്ചും അതേപോലെ തന്നെ ജെയിംസ് ഒന്നും ചാൾസ് ഒന്ന് ഇങ്ങനെയുള്ള രാജാക്കന്മാരെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അന്ന് അവിടെ പാർലമെന്റ് നിലനിന്നിരുന്നെങ്കിലും പാർലമെന്റിന് നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ് അതേപോലെ തന്നെ പ്രഭുക്കന്മാര് പുരോഹിതന്മാര് ഇവരുടെ എല്ലാം കുത്തഴിഞ്ഞ ഭരണത്തിൽ പൊറുതിമുട്ടിയ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഇവരെയാണ് നമുക്ക് അന്നത്തെ ആ ഇംഗ്ലണ്ടിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ മക്കളെ 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത്. 1688. ഒത്തിരി തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിലെ ആദ്യത്തെ വിപ്ലവം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രക്തരഹിത വിപ്ലവം, ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം തന്നെയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത് രക്തരഹിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അന്ന് നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ട് രാജാക്കന്മാരാണ് ജെയിംസ് ഒന്നാമനും അതേപോലെ തന്നെ ചാൾസ് ഒന്നാമനും. ജെയിംസ് ഒന്നാമന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ജെയിംസ് ഒന്നാമൻ പറഞ്ഞ വാചകമാണ് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്നുള്ളത്. അതായത് 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ സാഹചര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 1 രാജാവ്, 2 മതം, 3 പുരോഹിതന്മാർ, 4 പ്രഭുക്കന്മാർ. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിന്റെ ആ ഒരു സാഹചര്യത്തിൽ. കാരണം അത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു രാജാവും അതേപോലെ തന്നെ മതവും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്ത്. ഇവരുടെ കുത്തഴിഞ്ഞ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ആളുകളായിരുന്നു ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബൂർബൻ രാജവംശത്തിന്റെ കെട്ടഴിഞ്ഞ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ആളുകളാണ്. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഈ പറയുന്ന നമ്മുടെ റഷ്യൻ റവല്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ റോമനോവ് രാജവംശത്തിന്റെ കുത്തഴിഞ്ഞ ഭരണത്തിലെ പൊറുതിമുട്ടിയ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ.
അങ്ങനെ നമ്മൾ ഏതൊരു വിപ്ലവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ആകെ തുക എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എന്നും പൊറുതി മുട്ടിച്ചു കൊണ്ടിരിക്കുന്ന കുറെ സമ്പന്നരായിട്ടുള്ള ആളുകൾ. ഇതായിരുന്നു എല്ലാ വിപ്ലവങ്ങളുടെയും അടിസ്ഥാന കാരണമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ആകെ തുകയാണ് ഒരു വിപ്ലവത്തിലേക്ക് പോവുകയും 100ഉം 1000ഉം 10000കണക്കിന് ആളുകൾ മരിക്കാൻ ഇടയാകുന്നത്. ഓക്കെ, അപ്പോൾ താഴേക്കിടയിലുള്ള ആളുകളെ എന്നും സപ്രസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് മുകളിൽ ഉള്ള ആളുകൾ, ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ ആണ് ഈ പറയുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്നതിലേക്ക് വഴിമാറുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും. 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിന്റെ സാഹചര്യം നമ്മൾ പറഞ്ഞു. രാജാവ്, മതം, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ ഇവരാണ് ശരിക്കും ആരെ ദ്രോഹിച്ചിരുന്നത്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ദ്രോഹിച്ചിരുന്നത്. ഇനി മറ്റ് ഈ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 രാജാക്കന്മാരെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ജെയിംസ് ഒന്നും അതേപോലെ തന്നെ മറ്റൊന്ന് ചാൾസ് ഒന്നുമാണ്. ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ഇംഗ്ലണ്ടിലെ പാർലമെന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പാർലമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കുകുത്തി പോലെ മാത്രം നിൽക്കുകയാണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റ്. പക്ഷെ ഇവരാണ് അവിടെ എന്ത് ചെയ്യുന്നുകൊണ്ടിരുന്നത്? കൊടികുത്തി ഭരണം നടത്തിക്കൊണ്ടിരുന്നതും. ഓക്കെ, അപ്പൊ ഈ ഒരു സാഹചര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇംഗ്ലണ്ടിൽ കാണാനായിട്ട് പറ്റുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ പറയുന്ന പുരോഹിതന്മാരും അതേപോലെ തന്നെ രാജാവും മതവും അതേപോലെ തന്നെ പ്രഭുക്കന്മാരും എന്ന്. കാരണം ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറയുന്ന ആ ഒരു വാക്യം മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി എത്രത്തോളം സ്വാധീനം അവിടെ മതത്തിനുണ്ടായിരുന്നു, പുരോഹിതന്മാർക്കുണ്ടായിരുന്നു, അതേപോലെ തന്നെ രാജാവിനുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനൊന്ന് ഓടിച്ചു പറയാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം എന്നാ ചോദിച്ചാൽ മക്കളെ മറക്കരുത്, 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെട്ടത്. ഇത് അറിയപ്പെട്ട മറ്റൊരു പേരാണ് എന്ത്? രക്തരഹിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടതും ഏത് തന്നെയാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ പറയാം. അന്ന് ജെയിംസ് ഒന്നാമനെ കുറിച്ചും ചാൾസ് ഒന്നാമനെ കുറിച്ചുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവർ സ്റ്റുവർട്ട് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞത് ആരാണ് ഇതിൻ്റെ അകത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെയിംസ് ഒന്നാമനാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിന്റെ സാഹചര്യം നമ്മൾ പറഞ്ഞു. രാജാവ്, മതം, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ ഇവരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നതും അവരുടെ നെറികെട്ട ഭരണമാണ് ജനങ്ങളെ ഒരു വിപ്ലവത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി രാജാക്കന്മാരുടെ കാലഘട്ടത്ത് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിലും ആ പാർലമെന്റ് വെറും നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക. 15ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ട്യൂഡർ രാജവംശവും അതിനുശേഷം സ്റ്റുവർട്ട് രാജവംശവും. അപ്പോൾ 17ാം നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ 15, 16 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടില് ഭരണം നടത്തിയിരുന്നത് ഏത് രാജവംശമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏത് രാജവംശ? ട്യൂഡർ രാജവംശവും അതേപോലെ തന്നെ സ്റ്റുവർട്ട് രാജവംശവും. ഈ 2 രാജവംശത്തിന്റെ കെട്ടഴിഞ്ഞ ഭരണമാണ് ജനങ്ങളെ എന്ത് ചെയ്തത്? ഒരു വിപ്ലവത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി 7 അങ്ങനെ തന്നെ പഠിച്ചു വച്ചോ. ഇംഗ്ലണ്ടില് ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹെൻറി 7 ആരാണ്? ഹെൻറി 7. അതേപോലെ തന്നെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച ട്യൂഡർ രാജാക്കന്മാർ പാർലമെന്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. ഇതിൻ്റെ അകത്ത് ട്യൂഡർ രാജാക്കന്മാർ പാർലമെന്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയത്. ട്യൂഡർ രാജവംശത്തിന് ശേഷം ഭരണം നടത്തിയ രാജാവായിരുന്നു സ്റ്റുവർട്ട് രാജവംശം. അപ്പോൾ 2 രാജവംശത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ട്യൂഡർ രാജവംശം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് കാലം എന്ത് ചെയ്യുന്നു? പാർലമെന്റുമായി സഹകരിച്ചു ഭരണം നടത്തുന്നു. അതിനുശേഷം വന്നതാണ് സ്റ്റുവർട്ട് രാജവംശം. ഓക്കെ, അപ്പോൾ സ്റ്റുവർട്ട് രാജവംശം ഉണ്ട്, ട്യൂഡർ രാജവംശം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ട്യൂഡർ രാജവംശം ആരുമായിട്ട്? പാർലമെന്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയത് എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ഭരണകാലഘട്ടമാണ് 1603 മുതൽ 1714 വരെയും. അപ്പോൾ സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ഭരണകാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് വരെയാണ്? 1603 മുതൽ 1714 വരെയാണ് സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം 1714 മുതൽ
ഹനോവേറിയൻ രാജവംശമാണ് ഭരണം നടത്തിയത്. ഓക്കെ, അപ്പോൾ രണ്ട് രാജവംശം നമ്മൾ പറഞ്ഞു, സ്റ്റുവർട്ട് രാജവംശം എന്നും ട്യൂഡർ രാജവംശം. ട്യൂഡർ രാജവംശം പാർലമെന്റുമായിട്ട് എന്ത് ചെയ്തു, ഒരുമിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. പക്ഷെ സ്റ്റുവർട്ട് രാജവംശം എന്താണ് നേരിട്ട് ഭരണം നടത്തി. അത് 1603 മുതൽ 1714 വരെയാണ്. അതിനുശേഷം വന്നതാണ് ഹനോവേറിയൻ രാജവംശം എന്ന് പറയുന്നത്. 1714 മുതലാണ് ഹനോവേറിയൻ രാജവംശം ഭരണത്തിലേക്ക് വരുന്നത്. ട്യൂഡർ രാജാക്കന്മാരുടെ തുടർന്ന് വന്ന സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയും അടിത്തറ പുതിയതായി ഉയർന്നു വന്ന വ്യാപാരികളായിരുന്നു. അപ്പോൾ വ്യാപാരികളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ട്യൂഡർ രാജാക്കന്മാരും അതേപോലെ തന്നെ സ്റ്റുവർട്ട് രാജാക്കന്മാരും ഭരണം നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ട്യൂഡർ രാജാക്കന്മാരും സ്റ്റുവർട്ട് രാജാക്കന്മാരും അവരുടെ അടിത്തറ എന്ന് പറയുന്നത് ആരായിരുന്നു? പുതിയതായിട്ട് വരുന്ന വ്യാപാരികളായിരുന്നു അവരുടെ അടിത്തറ എന്ന് പറയുന്നത്. സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളായിരുന്നു. അപ്പോൾ ഫ്യൂഡൽ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജവംശം ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റുവർട്ട് രാജവംശമാണ്, ഫ്യൂഡൽ ആശയങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പാർലമെന്റ് ആശയങ്ങളാണ് ഈ പറയുന്ന ട്യൂഡർ രാജവംശം എന്ന് പറയുന്നത്. ഓക്കെ, അക്കാലത്തെ സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ പ്രധാനികളായിരുന്നു ജെയിംസ് ഒന്നാമനും അതേപോലെ തന്നെ ചാൾസ് ഒന്നാമനും. വെരി വെരി ഇമ്പോർട്ടന്റ്. സ്റ്റുവർട്ട് രാജാക്കന്മാരിലെ ഏറ്റവും പ്രധാനികളായിട്ടുള്ള രാജാക്കന്മാരാണ് ആരൊക്കെ എന്ന് പറയുന്നത്? ജെയിംസ് ഒന്നാമനും അതേപോലെ തന്നെ ചാൾസ് ഒന്നാമനുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരെന്ന് പറയുന്നത്. സ്റ്റുവർട്ട് രാജാക്കന്മാരിലെ രാജാവിന്റെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ദൈവദത്തമാണ് എന്ന് ഇവർ ശഠിച്ചിരുന്നു. നമ്മൾ ഏതൊരു വിപ്ലവം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും വേൾഡ് ഹിസ്റ്ററിയിലെ അതിന്റെ എല്ലാത്തിൻ്റെയും എന്താണ് തുടക്കം എന്ന് പറയുന്നത്, ഏറ്റവും പ്രോമിനന്റ് എന്നറിയപ്പെടുന്നത് രാജാവാണ്. അതിനു മുകളിലേക്ക് രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ ദൈവം നേരിട്ട് ഇറക്കി താഴെ വിട്ട ആളുകളാണ് ആരെന്ന് പറയുന്നത്? രാജാക്കന്മാര്. അവർക്ക് എന്താണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഭരിക്കാനായിട്ട് ദൈവം ഇറക്കി വിട്ട എന്താണ് പുണ്യമായിട്ടുള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്? രാജാക്കന്മാര്. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് എന്താണോ രാജാവ് പറയുന്നത് അത് അപ്പാടെ വിശ്വസിച്ച് അവരെ അനുസരിച്ച് പോരുന്നതും പിന്നീട് വലിയൊരു കലാപത്തിലേക്ക് പോവാനുണ്ടായ കാരണം ഇവരുടെ കുത്തഴിഞ്ഞ ഭരണമാണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി കൂടാതെ ഇവർ ഇംഗ്ലീഷ് പാർലമെന്റിനെ വകവയ്ക്കാതെയാണ് പാർലമെന്റേറിയൻ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇതേ സമയം വ്യാപാര രംഗത്ത് ഇംഗ്ലണ്ട് കൈവരിച്ച മുന്നേറ്റങ്ങളുടെ ഫലമായി അവിടെ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന കമ്പനികൾ വിദൂര ദേശങ്ങളുമായി വ്യാപാര ബന്ധവും സ്ഥാപിച്ചു. ഉൽപാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും നിയന്ത്രിച്ചിരുന്ന ഈ വ്യാപാരികൾ അനുകൂലമായാണ് ഇംഗ്ലീഷ് പാർലമെന്റ് നിയമങ്ങൾ പാസാക്കിയത്. സമ്പന്നരായ ഭൂ ഉടമകളും വ്യാപാരികളും വിദ്യാസമ്പന്നരായ അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളാണ് പാർലമെന്റ് എന്നും സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ നിലവിലെ എന്താണ് സമ്പന്നരായിട്ടുള്ള ഭൂ ഉടമകളും വ്യാപാരികളും വിദ്യാസമ്പന്നരായിട്ടുള്ള അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളാണ് പാർലമെന്റ് എന്നും സംരക്ഷിച്ചിരുന്നത്. നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്താണെങ്കിൽ പോലും മൂന്നാമത്തെ എസ്റ്റേറ്റിലെ പ്രൊഫഷണൽ എന്നറിയപ്പെടുന്ന കുറച്ച് വിഭാഗമുണ്ട്. അവരുടെ കാര്യങ്ങളാണ് ശരിക്കും ആര് നോക്കിയിരുന്നത്? ഈ പറയുന്ന അവർക്ക് തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർ എന്ന വർഗത്തിൽപ്പെട്ട ആളുകൾ നോക്കിയിരുന്നത്. അവരുടെ മുന്നിലുള്ള ആൾക്കാരാണ് പുരോഹിതന്മാർ, അവരുടെ തൊട്ടു മുകളിലായിരുന്നു രാജാവ് എന്ന് പറയുന്നത്. അതേ ഒരു എന്താണ് നിലവിലത്തെ ഒരു വ്യവസ്ഥ തന്നെയാണ് ഇവിടെയും വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ വ്യാപാരികളും വിദ്യാസമ്പന്നരായിട്ടുള്ള അഭിഭാഷകരും ഭൂ ഉടമകളുടെയും അതേപോലെ തന്നെ ഡോക്ടർമാര്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ് അങ്ങനെ അടങ്ങുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും വാക്കുകൾ മാത്രമായിരുന്നു പാർലമെന്റ് സംരക്ഷിച്ചിരുന്നത്. പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ രാജാവും പാർലമെന്റും തമ്മിൽ ദീർഘനാൾ നിലനിന്ന ഭരണഘടനാപരമായ തർക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുകയാണ്. കാരണം പാർലമെന്റ് ഉണ്ടെങ്കിലും പാർലമെന്റിന്റെ നിയമങ്ങളൊന്നും അനുസരിക്കാൻ ആര് തയ്യാറാവുന്നില്ല? രാജാവ് അവിടെ തയ്യാറാവുന്നില്ല. ഈ തർക്കത്തിന്റെ അടിസ്ഥാന പ്രശ്നം ഫ്യൂഡൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജാവാണ്, മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെന്റ് ആണോ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി അല്ലെങ്കിൽ പരമാധികാരി എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഡൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജാവ് അല്ലെങ്കിൽ മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെന്റ്, ഇതിൽ ആരാണ് ഇംഗ്ലണ്ടിന്റെ പരമാധികാരി എന്നുള്ളതായിരുന്നു അവിടുത്തെ
ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മതനവീകരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായ ഒരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ചത് ഹെൻറി എട്ടാമനാണ്. കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമന്റെ, അതായത് ഹെൻറി എട്ടാമന്റെ പുത്രന്റെ കാലത്ത് രൂപം കൊണ്ട സഭയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ. അപ്പോൾ വേണമെങ്കിൽ ഒരിക്കൽ PSC ചോദിച്ചൊരു ചോദ്യമാണ്, പ്രൊട്ടസ്റ്റന്റ് സഭ താഴെ പറയുന്നവയിൽ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബെഡ്ലെസ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, രക്തരഹിത വിപ്ലവം, മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമന്റെ കാലത്ത്, അപ്പോൾ കത്തോലിക്ക സഭയൊക്കെ എന്ത് ചെയ്യാണ്, മൊത്തമായിട്ട് എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമന്റെ കാലത്ത് രൂപം കൊണ്ട സഭയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനയ്ക്കായി എല്ലാ ദേവാലയങ്ങളിലും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് ഈ സഭ നിർദ്ദേശിച്ചു. അതും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ജനങ്ങളെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതം സ്വീകരിക്കാനും അതേപോലെ തന്നെ എന്താണ് പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ എന്താണ് ഇതിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം പോലും അന്നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. കാരണം എന്താണ്, ഇന്ന മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇന്ന ബുക്ക് അല്ലെങ്കിൽ ഇന്ന പുസ്തകം മാത്രമാണ് അവര് ആരാധനയ്ക്കായിട്ട് ദേവാലയങ്ങളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുവരെ നിഷ്കർഷിക്കുന്ന രാജാക്കന്മാരാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയ മറ്റൊരു കാര്യമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്താണ് എലിസബത്ത് രാജ്ഞി വാഴ്ചയെ അറ്റുന്നത്, അതായത് മരണപ്പെടുന്നത്. ഈ പ്രാർത്ഥനാ പുസ്തകം അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ സ്ഥാപിച്ച സഭയായിരുന്നു ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേക ഒരു പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കുകയാണ്, അത് എല്ലാ ദേവാലയങ്ങളിലേക്കും എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. പിന്നെ അത് മാത്രമാണ് പ്രാർത്ഥനാ പുസ്തകമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി എന്ത് ചെയ്യുന്നത്, അന്തരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, പുതിയൊരു എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ ഒരു സഭ സ്വീകരിക്കുകയാണ്. അതാണ് ആംഗ്ലിക്കൻ സഭ. ഇത് ഇംഗ്ലണ്ടിന്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആംഗ്ലിക്കൻ സഭ സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ട ആളുകൾ എന്താണ് ഈ പറയുന്ന ഔദ്യോഗിക മതമായിട്ട് ഈ പറയുന്ന ആംഗ്ലിക്കൻ സഭയെ മാറ്റുകയാണ്. അതേപോലെ തന്നെ ആംഗ്ലിക്കൻ സഭയിൽ അംഗമായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇംഗ്ലണ്ടിലെ കിരീടാവകാശം ലഭിക്കുകയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനവും അതിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജ്ഞി എന്ത് ചെയ്യാണ്, മരിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്ന മറ്റൊരു എന്താണ് മതം രൂപീകരിക്കുന്നത്. പിന്നീട് പ്രഖ്യാപിച്ചു ആംഗ്ലിക്കൻ സഭയിൽ അംഗമായില്ലെങ്കിൽ അവർക്ക് കിരീടാവകാശം ഇല്ല എന്നുള്ളത്. പ്രൊട്ടസ്റ്റന്റ് പരിഷ്കർത്താവായ ജോൺ കാൽവിന്റെ ഇംഗ്ലണ്ടിലെ അനുയായികളായിരുന്നു പ്യൂരിറ്റന്മാർ എന്നറിയപ്പെടുന്നത്. പ്യൂരിറ്റൻ സഭ നിഷ്കർഷിച്ചിരുന്നത് പുരോഹിതന്മാരെയും മതാധ്യക്ഷനെയും വിശ്വാസികൾ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു. അപ്പോൾ രണ്ടും രണ്ട് വേർഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് ആംഗ്ലിക്കൻ സഭ, അതേപോലെ തന്നെ എന്താണ് ഇപ്പുറത്തെ പ്രൊട്ടസ്റ്റന്റ് സഭ, അതേപോലെ തന്നെ പ്യൂരിറ്റന്മാർ. ഒരു കൂട്ടർ പറയുന്നു ഇതാണ് ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പുസ്തകമെന്നും ഇത് മാത്രമാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു മതം ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്ന ഒരു മതത്തിൽ നിങ്ങൾ വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലണ്ടിലെ കിരീട അവകാശം എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യാണ്, നിർത്തലാക്കും എന്നുള്ളത് ഒരു സൈഡില്. അതേപോലെ തന്നെ മറ്റൊരു സൈഡിലാണ് പ്രൊട്ടസ്റ്റന്റ് സഭയും അതേപോലെ തന്നെ പ്യൂരിറ്റൻ ചിന്താഗതിയുള്ള ആളുകളും അല്ലെങ്കിൽ വിശ്വാസികളും. അവർ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ പുരോഹിതന്മാരെയും മതാധ്യക്ഷനെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് വിശ്വാസികളാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. അത് എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ശക്തിയാർജിച്ച പ്യൂരിറ്റന്മാർ 1640 1650 ഇടയിലുള്ള കാലം ബ്രിട്ടീഷ് പാർലമെന്റിനുമേൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയാണ്. രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലിക്കൻ സഭ പ്യൂരിറ്റൻ സഭയും ഇരുപക്ഷത്തായി നിലയുറപ്പിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഏതൊരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും തർക്കങ്ങൾ വരും. അതേപോലെ തന്നെ എന്താണ് അവസാനം രണ്ട് കോൺട്രഡിക്ഷനായി ഇവർ രണ്ട് ഭാഗത്തേക്ക് എന്ത് ചെയ്യുകയാണ്, മാറിപ്പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. സെയിം സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതായത് എന്ത് ചെയ്യാണ്, പ്യൂരിറ്റൻ സഭയും അതേപോലെ തന്നെ ആംഗ്ലിക്കൻ സഭയും എന്ത് ചെയ്യാണ്, ഭയങ്കരമായ ഒരു തർക്കം വരികയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സ്ഥലത്ത് നിലയുറപ്പിക്കുകയാണ്.
സ്റ്റുവർട്ട് രാജാക്കന്മാർ പൊതുവെ കത്തോലിക്ക വിശ്വാസികളായിരുന്നെങ്കിലും ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർത്ത് നിന്നിരുന്നു. ഓക്കെ, പ്യൂരിറ്റൻ സഭയാണെങ്കിലോ പാർലമെന്റിലെയും ഇംഗ്ലണ്ടിലെ മധ്യവർഗത്തിന്റെയും നിലപാടുകളോടെ താല്പര്യം കാണിച്ചിരുന്നു. ശരിക്കും ഇതിന്റെ അകത്ത് ജനങ്ങൾക്ക് വേണ്ടി നിന്നത് എന്ന് പറയുന്നത് പ്യൂരിറ്റൻ സഭയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അവകാശങ്ങൾ, അതേപോലെ തന്നെ അവർക്ക് മതത്തോടുള്ള അവരുടെ ആഭിമുഖ്യം, അതേപോലെ തന്നെ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സഭ എന്ന് പറയുന്നത് പ്യൂരിറ്റൻ സഭയായിരുന്നു. പക്ഷേ ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാജാവിനോട് ഏറ്റവും കൂടുതൽ മേൽക്കോയ്മയുള്ള ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് നിയമങ്ങളും, അതേപോലെ തന്നെ എന്താണ് ഉറപ്പായും നിങ്ങൾ ഇന്ന മതം ആംഗ്ലിക്കൻ സഭയിൽ വിശ്വസിച്ച് അത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് കിരീടാവകാശം വരെ കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ആശയങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്നവരാണ് ആംഗ്ലിക്കൻ സഭയിലുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി രാജാക്കന്മാർ പലതരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തുകയും ഇത് രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കങ്ങളെ മൂർച്ഛിപ്പിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാർലമെന്റ് ഉണ്ട്, പക്ഷെ ഈ പാർലമെന്റ് പറയുന്നതൊന്നും എന്ത് ചെയ്യത്തില്ല, രാജാക്കന്മാര് കേൾക്കത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങളും അവരുടേതായിട്ടുള്ള ആ ഒരു പ്രിവിലേജസ് വച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സമയത്ത്, അതായത് 17-ാം നൂറ്റാണ്ടിൽ ആ ഒരു സമയത്ത് അവിടെ പാർലമെന്റ് ഉണ്ട്, രാജാക്കന്മാരുണ്ട്, അതേപോലെ മതമുണ്ട്, അതേപോലെ പ്രഭുക്കന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഇവരുടെ എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. പാർലമെന്റ് ശരിക്കും നോക്കുകുത്തി പോലെ നിൽക്കുന്നു. കുറെ നിയമങ്ങളുണ്ട്, പക്ഷെ ആ നിയമങ്ങളൊന്നും ആരനുസരിക്കാൻ തയ്യാറാവുന്നില്ല. ഈ പറയുന്ന രാജാവിന്റെ ശിങ്കിടികളോ അനുസരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ നിയമം ഉണ്ടായിട്ട് പിന്നെ എന്താണ് കാര്യം? നിയമം അങ്ങനെ കിടക്കുന്നു, പക്ഷെ ഇവരുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കിയിരിക്കുന്നു. ഇതാണ് എല്ലാ കലാപങ്ങളുടെയും, അല്ലെങ്കിൽ ഏതൊരു റവല്യൂഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത്. താഴേക്കിടയിലുള്ള ആൾക്കാർ എന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത എന്ത് ചെയ്യുന്നു, നോക്കി നിൽക്കുന്നു. അതിന് കൂട്ടായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പാർലമെന്റും പാർലമെന്റിലെ നിയമങ്ങളും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നീണ്ട പാർലമെന്റ്, ലോങ് പാർലമെന്റ്. താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നീണ്ട പാർലമെന്റ് അല്ലെങ്കിൽ ലോങ് പാർലമെന്റ്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധികാരികളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധികാരികളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് ചോദിച്ചേണ്ട PSC ഇങ്ങനെ തന്നെ. പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്ന പ്രമാണം താഴെ പറയുന്നവയിൽ ഒപ്പുവെച്ചത് ആരാണ്, അതേപോലെ തന്നെ ഒപ്പുവെച്ച വർഷം എന്നാണ്. മക്കളെ, ഈ നീണ്ട പാർലമെന്റ് താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെച്ചത് 1628 നീണ്ട പാർലമെന്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കുറെ തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോയത് മാത്രം കണ്ടെത്തുക എന്നുള്ളൊരു ലെവലിലേക്ക് ചോദ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ പഠിച്ചു വച്ചോ, നീണ്ട പാർലമെന്റ്, ലോങ് പാർലമെന്റ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് നീണ്ട പാർലമെന്റ്. അതേപോലെ തന്നെ പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്തിനു വേണ്ടിയിട്ടാ? ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധിപത്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രമാണത്തിൽ ഒപ്പുവയ്ക്കണം. ആ പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൾസ് ഒന്നാമനാണ്. എന്നാണ് അദ്ദേഹം ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1628 ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇത് ലംഘിക്കുകയും പാർലമെന്റ് പിരിച്ചുവിട്ടു. അപ്പോൾ പാർലമെന്റ് കൂടിയിട്ട് പാർലമെന്റ് എന്ത് ചെയ്യാണ്? രാജാവിന്റെ അധികാരങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഒരു എന്ത് ചെയ്യാണ്? പ്രമാണം ഉണ്ടാക്കുകയാണ് 1628. ആ പ്രമാണത്തിന്റെ പേരായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ് ഒപ്പുവെച്ച രാജാക്കന്മാർക്കൊക്കെ പിന്നെ അധികാരങ്ങളൊക്കെ അങ്ങ് കുറയാണ്. പക്ഷേ ഈ പറയുന്ന രാജാക്കന്മാരാരും എന്ത് ചെയ്യുന്നില്ല?
അതായത് ചാൾസ് ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ് ഇത് ഒപ്പുവയ്ക്കുന്നത്. അദ്ദേഹം ഇത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതായത് പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെച്ചു, അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യം എല്ലാം എന്താണ് അതോടുകൂടി അവസാനിക്കുകയാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്യാണ്, ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പാർലമെന്റ് പിരിച്ചുവിടുന്നു. അതേപോലെ തന്നെ 11 വർഷം സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഭരണം നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാർലമെന്റ് കൂടി എന്ത് ചെയ്യുന്നു, ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമത്തിന്റെ അകത്ത് ഒപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. അത് വെറുതെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 11 വർഷം കുത്തഴിഞ്ഞ ഭരണം കാഴ്ചവെക്കുന്നത്. എന്നാൽ സ്കോട്ട്ലൻഡുമായിട്ടുള്ള യുദ്ധം മൂലം ചാൾസ് ഒന്നാമന് പണത്തിന് ആവശ്യം നേരിടുകയും പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനായി അദ്ദേഹം 1640 പാർലമെന്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. നമുക്ക് അറിയാൻ പറ്റും, അതായത് എന്താണ്, ഈ പറയുന്ന രാജാക്കന്മാര് ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യുന്നു, യുദ്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നു. അതേപോലെ തന്നെ എന്താണ്, രാജകൊട്ടാരങ്ങൾ മോടി പിടിപ്പിക്കുന്നു. ഇതിനൊക്കെ വേണ്ടത് എന്താണ്, ഈ പറയുന്ന ടാക്സ് ആണ്, നികുതി. അത് ആരിൽ നിന്നും കിട്ടണം, താഴേക്കിടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്നുമാണ് ഇത് കിട്ടുന്നത്. അവരെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ദിവസവും പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് പാർലമെന്റ്. നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ലൂയി 16. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ചാൾസ് ഒന്നാമൻ 1640 എന്ത് ചെയ്യുന്നു, അടിപൊളിയായിട്ട് മറ്റൊരു എന്താണ് നികുതി നിർദ്ദേശം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പാർലമെന്റ് വിളിച്ച് കൂട്ടാനായിട്ട് നോക്കുകയാണ്. അത് എന്തുകൊണ്ടാ, സ്കോട്ട്ലൻഡുമായിട്ടുള്ള യുദ്ധം വന്നു, സാമ്പത്തികമായിട്ട് വളരെയധികം എന്ത് ചെയ്യേണ്ടി വന്നു, അതായത് സാമ്പത്തികമായിട്ട് വളരെയധികം ഞെരുക്കത്തിലേക്ക് പോവാണ് ചാൾസ് ഒന്നാമനും അതേപോലെ തന്നെ ഇംഗ്ലണ്ടും. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാർലമെന്റ് വിളിക്കുന്നതും പുതിയ നികുതികൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നതും. രാജാവിന്റെ ആധിപത്യത്തിനെതിരായി അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെന്റ് ആയിരുന്നു 1660 വരെ തുടർന്നു. ഇത് അറിയപ്പെട്ടതാണ് ലോങ് പാർലമെന്റ്. അപ്പൊ മക്കളെ, ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത് രാജാവിന്റെ ആധിപത്യത്തിനെതിരായിട്ട് കുറെ നിയമങ്ങൾ പാർലമെന്റ് കൊണ്ടുവന്ന് അതിലൂടെ എന്ത് ചെയ്യണം, ഈ രാജാവ് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നെങ്കിലും ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, നിലവിൽ അനുസരിക്കില്ല. അപ്പോൾ നമുക്കൊന്ന് ഓർത്തു വയ്ക്കുക, പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്നാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1628 അതേപോലെ തന്നെ പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെച്ചത് ഏത് രാജാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ചാൾസ് ഒന്നാമനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളൂ. അടുത്ത നമുക്ക് നോക്കാം റംബ് പാർലമെന്റ്. കാലക്രമത്തിൽ പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ഇത് ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന റംബ് പാർലമെന്റ് എന്ന് പറയുന്നത് കാലക്രമത്തിൽ പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവും തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് പറയുന്നൊന്നും ആര് കേൾക്കില്ല, രാജാവ് കേൾക്കില്ല. രാജാവും രാജാവിന്റെ ശിങ്കിടിമാരും ചേർന്ന് എന്ത് ചെയ്യാണ്, നടത്തുന്ന ഭരണമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അത് പക്ഷേ അവർക്ക് എന്ത് വേണം, പല സമയത്തും പാർലമെന്റിന്റെ ആവശ്യം അവർക്ക് വരുന്നുണ്ട്. കാരണം എന്തിനാ, പല യുദ്ധങ്ങൾ നടന്നു കഴിയുമ്പോഴും അതിനൊക്കെ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ഈ പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ടാണ് ഇവർ ടാക്സിനെ കുറിച്ചുള്ള പുതിയ 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 പദ്ധതികളും അതേപോലെ തന്നെ പുതിയ ടാക്സ് പുതിയ ടാക്സിന്റെ ഏതൊക്കെ രീതിയിലാണ് പിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തുന്നത്. അതേപോലെ ടാക്സ് കൂട്ടുന്നതും ഈ ഒരു പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യാം, പാർലമെന്റ് ആവശ്യമുണ്ട്. ബാക്കിയുള്ള സമയത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ നിയമങ്ങളോ അത് അനുഷ്കർഷിക്കുന്ന കാര്യങ്ങളോ ഇതൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റൂല, അനുസരിക്കാനും പറ്റത്തില്ല. ഈ സമരത്തിൽ രാജാവിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് വിഭാഗം വിജയം നേടുകയാണ്. ഇതേ തുടർന്ന് അധികാരത്തിൽ വന്നതാണ് ഒലിവർ ക്രോംവെൽ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഒലിവർ ക്രോംവെല് താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവ, നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഒലിവർ ക്രോംവെല്. തന്നെ എതിർത്ത മെമ്പർമാരെ ഒലിവർ ക്രോംവെൽ പാർലമെന്റിൽ നിന്നും പുറത്താക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമാണ് പിന്നീട് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. ഈ പാർലമെന്റ് അറിയപ്പെട്ടതാണ് റംബ് പാർലമെന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റംബ് പാർലമെന്റ് ആരുടെ ആയിരുന്നു, ഒലിവർ ക്രോംവെല്ലിന്റെ ആണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലും തോറും എന്ത് ചെയ്യാണ്, വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് രാജാവിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര് വരുന്നത്, ഒലിവർ ക്രോംവെൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ശിങ്കിടിമാർ ചേർന്ന് പിന്നീട് എന്ത് ചെയ്യാണ്, പാർലമെന്റിൽ ഭരണം സ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും റംബ് പാർലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അനുസരിച്ചില്ല പെറ്റീഷൻ ഓഫ് റൈറ്റ്. അതേപോലെ തന്നെ 11 വർഷം കുത്തഴിഞ്ഞ ഭരണം കാഴ്ചവെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്,
ഇവർ തമ്മിൽ വലിയൊരു യുദ്ധങ്ങളും അതേപോലെ തന്നെ എന്താണ് ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളും എല്ലാം നടക്കുകയാണ്, രാജാവും അതേപോലെ തന്നെ പാർലമെന്റിൽ നിന്ന്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഒരു സമരത്തിലാണ് രാജാവിന്റെ സൈന്യത്തെ പൂർണ്ണമായിട്ടും ആര് പരാജയപ്പെടുത്തുന്നത്? ഒളിവർ ക്രോംവെല്ല് പരാജയപ്പെടുന്നു. ഒളിവർ ക്രോംവെല്ല് ഇത് പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് പാർലമെന്റിലേക്ക് കയറുന്നത്. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അതോടുകൂടി എന്ത് ചെയ്യാണ്, റംബ് പാർലമെന്റ് അത്യാവശ്യം നല്ലൊരു എന്താ പറയാ ഭരണം കാഴ്ചവെക്കുന്ന തരത്തിലേക്കുള്ള ലെവലിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പോൾ റംബ് പാർലമെന്റ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വിപ്ലവ? നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റംബ് പാർലമെന്റ്. അതേപോലെ തന്നെ റംബ് പാർലമെന്റ് ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒളിവർ ക്രോംവെല്ലിന്റെയാണ്. അതേപോലെ തന്നെ ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഏത് പാർലമെന്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും റംബ് പാർലമെന്റ് ആണ്, ഒലിവർ ക്രോംവെല്ലിന്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, റംബ് പാർലമെന്റുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത്. ഒളിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അറിയപ്പെട്ടതാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, നിലവിലെ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു. റംബ് പാർലമെന്റ് അധികാരത്തിലേക്ക് വന്നു. പിന്നീട് ഒലിവർ ക്രോംവെല്ലും അതേപോലെ തന്നെ റംബ് പാർലമെന്റുമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. 1649 മുതൽ 1658 വരെയാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു ഇത്. പാർലമെന്റിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ക്രോംവെല്ല് ഭരണം നടത്തിയത്. എന്നാൽ സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാത്ത ജനങ്ങൾ കിരീടം ധരിച്ച രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ ക്രോംവെല്ലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അത് നിരാകരിച്ചു. ഒലിവർ ക്രോംവെല്ല് അറിയപ്പെട്ട മറ്റൊരു പേരാണ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ബേസ് ലെവൽ എക്സാമുകൾക്കും കുറച്ച് എന്താണ് കൂടിയ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒലിവർ ക്രോംവെല്ല് അറിയപ്പെട്ടിരുന്ന പേര് അല്ലെങ്കിൽ ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഒലിവർ ക്രോംവെൽ ആണ് ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടത് ഒലിവർ ക്രോംവെല്ല്. ഒലിവർ ക്രോംവെല്ലിന് ശേഷം അധികാരമേറ്റത് ചാൾസ് ഒന്നാമനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത് 1649 മുതൽ 1658 വരെയാണ് മക്കളെ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. കോമൺവെൽത്ത് കാലഘട്ടം ആരുടെ കാലഘട്ട? ഒളിവർ ക്രോംവെല്ലിന്റെ കാലഘട്ടമാണ്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് സൈനികമായിട്ടുള്ള ലെവലില് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു എന്താ പറയാ അവസാനം എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കോമൺവെൽത്ത് കാലഘട്ടത്തിനെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. കാരണം അദ്ദേഹത്തോടു കൂടി അത് അവസാനിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് ജനങ്ങൾ എന്ത് ചെയ്യാൻ, സ്വേച്ഛാധിപത്യം സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാനായിട്ട് അവര് എന്ത് ചെയ്യുന്നില്ല, തയ്യാറാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കിരീടം ധരിച്ച രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. പക്ഷെ പുള്ളി അത് എന്ത് ചെയ്യാണ്, നിരാകരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാജവാഴ്ചയോട് താല്പര്യമില്ല, സൈനിക സ്വേച്ഛാധിപത്യം തന്നെയാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. പക്ഷെ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ നിന്നും ഇറങ്ങുകയാണ്. അപ്പൊ ഒലിവർ ക്രോംവെല്ലിന്റെ അറിയപ്പെട്ട പേരായിരുന്നു ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ. അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് ചാൾസ് ഒന്നാമനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇംഗ്ലണ്ട് മഹത്തായ വിപ്ലവത്തിലേക്ക്. ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. ചാൾസ് രണ്ടാമന്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളായിരുന്നു വിഗ് ആൻഡ് ടോറി. ഓക്കെ, അപ്പോൾ വിഗും ടോറിയും ആരുടെ കാലഘട്ടത്താണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൾസ് രണ്ടാമന്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളായിരുന്നു വിഗ് ആൻഡ് ടോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാൾസ് രണ്ടാമന്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി. വിഗ് ആൻഡ് ടോറി. അപ്പോൾ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനാണ്. അപ്പോൾ ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛപരമായ നടപടികൾ രാജാവും പാർലമെന്റുമായി വീണ്ടും തർക്കങ്ങൾക്ക് ഇടയാവുകയാണ്. ഇതേ തുടർന്ന് ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് അഭയം തേടിയ വർഷം 1688. തുടർന്ന് ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി സെക്കൻഡ്, ഭർത്താവ് വില്യം തേർഡ്
ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിച്ചു. അപ്പോൾ ആര് പോയി? ചാൾസ് രണ്ടാമൻ പോയി. ചാൾസ് രണ്ടാമൻ കഴിഞ്ഞതിന് ശേഷം ജെയിംസ് രണ്ടാമൻ വന്നു. ജെയിംസ് രണ്ടാമന് ശേഷം ജെയിംസ് രണ്ടാമന്റെ മകളായിട്ടുള്ള മേരി സെക്കൻഡും ഭർത്താവ് വില്യം തേർഡുമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിച്ചത്. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചു. ഈ അധികാര കൈമാറ്റം അറിയപ്പെട്ടതാണ് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്ന്. അപ്പോൾ ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റ് നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചു. ആരുടെ കാലഘട്ടത്ത്? മേരി സെക്കൻഡും അതേപോലെ തന്നെ മേരി സെക്കൻഡിന്റെ ഭർത്താവായിട്ടുള്ള വില്യം തേർഡിന്റെയും ഭരണകാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടില് അധികാര കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതായത് നിലവില് എന്ത് ചെയ്തു? ഈ പറയുന്ന രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റ് നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയിലേക്ക് രാജ്യം മാറുന്നത് ആരുടെ കാലത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി സെക്കൻഡിന്റെയും ഭർത്താവ് വില്യം തേർഡിന്റെയും കാലഘട്ടത്ത്. അത് അറിയപ്പെട്ടതാണ് ഏതു പേരിൽ? രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന പേരിൽ. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംപ്ടൺ ആണ്. ഓക്കെ, ജോൺ ഹംപ്ടൺ. ഓക്കെ, അപ്പോൾ ആരാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് ആദ്യമായി ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ ഹംപ്ടൺ ആണ്. ഇതോടെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡൽ വ്യവസ്ഥ ദുർബലമാവുകയും രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. രാജഭരണത്തിനു മേല് പാർലമെന്റ് നിയന്ത്രണം നടപ്പിലാക്കിയത് പുതുതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെയായിരുന്നു. ഇതിൽ സുപ്രധാനമായതാണ് 1689 അവകാശ നിയമം, അതായത് ബിൽ ഓഫ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് റൈറ്റ് എന്നാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1689 ബിൽ ഓഫ് റൈറ്റ് വന്നത്. രാജഭരണത്തിന് മേല് പാർലമെന്റ് നിയന്ത്രണം നടപ്പിലാക്കി പുതുതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെ ആയിരുന്നു ഇതിൽ സുപ്രധാനമായതാണ് ഏതെന്ന് പറയുന്നത് 1689 ബിൽ ഓഫ് റൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് റൈറ്റ് എന്നാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1689 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ്? On 22nd January, a new parliament first met. This was known as the Convention Parliament, although as it is summoned by the William of Orange and not the king, was not strictly speaking a parliament at all. On February 2nd, Convention Parliament issued a declaration of right which sharply condemned the action of James II. Okay, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പുതിയൊരു ബിൽ ഓഫ് റൈറ്റ്, അതായത് അവകാശ നിയമം ഇംഗ്ലണ്ടിൽ കൊണ്ടുവരുന്നത് 1689 ഓർത്തു വയ്ക്കുക. ഓക്കെ, തുടർന്ന് ഇംഗ്ലണ്ടിൽ മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെടുകയാണ്. അതിനുശേഷമാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ മതസ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? എന്താണോ രാജാവ് പറയുന്നത് ആ മതത്തിൽ മാത്രം, അതേപോലെ തന്നെ ആ മതഗ്രന്ഥത്തിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നതായിരുന്നു. അതൊക്കെ മാറുകയാണ്. എന്നാൽ ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശിയാകാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ആംഗ്ലിക്കൻ സഭയിലാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇംഗ്ലണ്ടിലെ കിരീടാവകാശിയാവാനായിട്ട് പറ്റത്തുള്ളൂ. ഈ നടപടികൾ കൊണ്ട് ഇംഗ്ലണ്ടിൽ ജനാധിപത്യ ഭരണക്രമം നടപ്പിലായെങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം, പാർലമെന്റ് പരമാധികാരവും ലഭിച്ചു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് രാജഭരണം ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും രാജാവ് എന്ത് ചെയ്യുന്നില്ല? ഭരിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ ഒരു കാരണത്താലാണ്. കാരണം നിലവിൽ പാർലമെന്റ് തന്നെയാണ് ഭരിക്കുന്നത്. രാജാവ് ഇപ്പോൾ അവിടെ നിലവിൽ രാജാവിന് എന്ത് ചെയ്യുന്നില്ല? അധികാരങ്ങളൊന്നുമില്ല. രാജാവ് എന്ന ലെവലിൽ എന്ത് ചെയ്യാം? അവിടെ ഇരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെയൊക്കെ പ്രസിഡന്റിനെ പോലെ തന്നെ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഒപ്പിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനെന്നുള്ള സെറ്റപ്പ് ഇല്ല. അതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു സമയത്തുള്ളതാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്താണ്? ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് ചോദിച്ചാൽ
17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസറലൈനിലെ കിങ് ഹെഡ് ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന ഒരു രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ 17-ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസറി ലൈനിലെ കിങ് ഹെഡ് ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന ഒരു രാഷ്ട്രീയ ക്ലബിന്റെ പേരാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ ക്ലബ്ബാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ക്ലബിലെ അംഗങ്ങൾ ധരിച്ചിരുന്ന തൊപ്പികളിൽ എന്തുണ്ട്, പച്ച നിറമുള്ള റിബണുകളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് വിളിച്ചത്. ഗ്രീൻ റിബൺ ക്ലബ്ബ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കിങ്സ് ഹെഡ് ക്ലബ്ബ് എന്നായിരുന്നു. അപ്പോൾ കിങ്സ് ഹെഡ് ക്ലബ്ബ് എന്ന പേരിൽ അറിയപ്പെട്ടത് പിന്നീട് എന്ത് ചെയ്തു, ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്തു. അങ്ങനെ ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1679 ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗ്രീൻ റിബൺ ക്ലബ്ബ് താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ദ ബ്ലഡ്ലെസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്, ഗ്രീൻ റിബൺ ക്ലബ്ബ്. എന്താണ് മക്കളെ ഇത്? അതായത് 17, 18 അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് എവിടെയാണ്, അതായത് ചാൻസറലൈൻ കിങ് ഹെഡ് ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വ്യാവസായിക വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങളായിരുന്നു ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ ആണ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. അതേപോലെ ആവിയന്ത്രം കണ്ടുപിടിച്ചത് നമുക്കറിയാം ജെയിംസ് വാട്ട് ആണ്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ആണെങ്കിലോ ജോർജ് സ്റ്റീവൻസൺ ആണ്. അപ്പോൾ ഈ 4 കണ്ടുപിടുത്തങ്ങളൊന്ന് ഓർത്തു വെച്ചോ. വ്യാവസായിക വിപ്ലവത്തിന്റെ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലെ 4 പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് ഇവ. ഒന്ന് ഫ്ലൈയിങ് ഷട്ടിൽ, അത് ജോൺ കെ ആണ് ഫ്ലൈയിങ് ഷട്ടിൽ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആവിയന്ത്രം ജെയിംസ് വാട്ട് ആണ്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ ആണ്. അതേപോലെ തന്നെ ആ സമയത്തെ കൃതികളും കർത്താക്കളും ഒന്ന് നോക്കാം. വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയായിരുന്നു വിശ്വചരിത്രാവലോകനം അല്ലെങ്കിൽ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ്. ഏതെന്ന് പറയുന്നത്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കൃതി ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, വിശ്വചരിത്രാവലോകനം. വ്യാവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറക്കിയ ചാർലി ചാപ്ലിന്റെ ചിത്രമായിരുന്നു മോഡേൺ ടൈംസ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറക്കിയ ചാർലി ചാപ്ലിന്റെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് മോഡേൺ ടൈംസ് ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർലി ചാപ്ലിന്റെ ചിത്രമാണ് മോഡേൺ ടൈംസ്. വ്യാവസായിക വിപ്ലവം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തവും ഉൽപാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് വ്യാവസായിക വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം, ഉൽപാദന രംഗത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെട്ടതാണ് വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായ സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല. അപ്പൊ ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, പീറ്റർലൂ കൂട്ടക്കൊല താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് പീറ്റർലൂ കൂട്ടക്കൊല. വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമാണ് ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈയിങ് ഷട്ടിൽ എന്താണ്, വസ്ത്രനിർമ്മാണ രംഗത്തെ വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമാണ് ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിലവിൽ ഇമ്പോർട്ടൻ്റ് ആണ് ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജോവാൻ ഓഫ് ആർക്ക് എന്താണ്, ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിതയായിരുന്നു ആരെന്ന് പറയുന്നത്, ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജോവാൻ ഓഫ് ആർക്ക് എന്താണ്, ശതവത്സര യുദ്ധത്തില് ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, അതായത് ഈ പറയുന്ന നമ്മുടെ ഗ്രീൻ റിബൺ ക്ലബ്ബ് അതും എന്താണ്, ഈ പറയുന്ന യുദ്ധകാലത്ത് ചാൻസലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ഓർലിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ സംരക്ഷിക്കാൻ പോരാടിയ വനിതയാണ് ജോവാൻ ഓഫ് ആർക്ക്. അപ്പോൾ ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിതയാണ് ആരെന്ന് പറയുന്നത്, ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്.
1431 മതനിന്ദ കുറ്റം ചുമത്തി ജീവനോടെ അഗ്നിക്ക് ഇരയാക്കി. ഓക്കെ, അപ്പോൾ 1431 മതനിന്ദ കുറ്റം ചുമത്തി ജീവനോടെ അഗ്നിക്ക് ഇരയാക്കിയ ആളെയാണ് ആരെന്ന് പറയുന്നത്? ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. ശതവത്സര യുദ്ധം നടന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ്. 1337 മുതൽ 1453 വരെയാണ് ശതവത്സര യുദ്ധം എന്ന് പറയുന്നത്. ഇനി മെയ്ഡ്സ് ഓഫ് ഓർലിയൻസ് എന്നറിയപ്പെടുന്ന വനിതയാണ് ആരെന്ന് പറയുന്നത്? ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്. 1920 മെയ് 16 ബെനഡിക്ട് 15 മാർപ്പാപ്പ ജോവാൻ ഓഫ് ആർക്കിനെ എന്താണ്? വിശുദ്ധയായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ 1920 മെയ് 16 ബെനഡിക്ട് 15 മാർപ്പാപ്പ ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ റാണി ലക്ഷ്മിഭായി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ 1857 ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് റാണി ലക്ഷ്മിഭായി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ 1857 ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? റാണി ലക്ഷ്മിഭായി ആണ്. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് അക്കാമ ചെറിയാന എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 1857 വിപ്ലവത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് റാണി ലക്ഷ്മിഭായ്, കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിതയാണ് ആരെന്ന് പറയുന്നത്? ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. 1431 മതനിന്ദ കുറ്റം ചുമത്തിയാണ് ജീവനോടെ അഗ്നിക്ക് ഇരയാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന റവല്യൂഷന്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഓടിച്ചു പറയാം. അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിപ്ലവം നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1688 ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിലെ ഒന്നാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന പേര് നമ്മൾ പറഞ്ഞു രക്തരഹിത വിപ്ലവം എന്നുള്ളത്. ജെയിംസ് ഒന്നാമനും അതേപോലെ തന്നെ ചാൾസ് ഒന്നാമനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ. ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഒന്നാമനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിലെ രാജാവ്, മതം, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ ഇവരുടെ ഒരു കുത്തഴിഞ്ഞ ഭരണമാണ് അന്നത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പൊറുതിമുട്ടിച്ചത്. അന്ന് ഈ പറയുന്ന പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പാർലമെന്റിന് നോക്കി പോലെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അതേപോലെ തന്നെ സ്റ്റുവർട്ടും ട്യൂഡർ രാജവംശവും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി 7-ാമനും അതേപോലെ തന്നെ നിലവിൽ സ്റ്റുവർട്ട് രാജവംശത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ചാൾസും അതേപോലെ തന്നെ ജെയിംസ് ഒന്നാമൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അതായത് ഈ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നീണ്ട പാർലമെന്റ് അല്ലെങ്കിൽ ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് റംബ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. റംബ് പാർലമെന്റ് ഒലിവർ ക്രോംവെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീണ്ട പാർലമെന്റ് ആണെങ്കിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ് 1628 ചാൾസ് ഒന്നാമൻ. അത്രയെങ്കിലും അതിൻ്റെ അകത്ത് ഓർത്തു വയ്ക്കാനായിട്ട് നോക്കുക. കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണെന്ന് ചോദിച്ചാൽ ക്രോംവെല്ലിന്റെ ഭരണം നടത്തിയ കാലഘട്ടം 1649 മുതൽ 1658 വരെയുള്ള കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചാൾസ് രണ്ടാമൻ, അതേപോലെ തന്നെ എന്താണ് രണ്ടാമന്റെ മകളായിട്ടുള്ള മേരി 2, ഭർത്താവ് വില്യം 3, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംപ്ടൺ ആണ്. എന്താണ് ഈ പറയുന്ന മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റ് നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ച ഈ അധികാര കൈമാറ്റം അറിയപ്പെട്ടതാണ് എന്തെന്ന് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ബിൽ ഓഫ് റൈറ്റ് ഒപ്പുവെച്ചത് 1689 ഓർത്തു വയ്ക്കുക. ഗ്രീൻ റിബൺ ക്ലബ് എന്ന് പറയുന്നത് എന്താണ്? 17-18 നൂറ്റാണ്ടിൽ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസലറിലെ കിങ് ഹെഡ് ഭരണശാലയിൽ ഒത്തുകൂടിയ ഒരു രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് അറിയപ്പെടുന്നത്. വ്യവസായ വിപ്ലവത്തിലെ മറ്റു കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന്
ഫ്ലൈയിങ് ഷട്ടില്, അതേപോലെ സ്പിന്നിങ് ജെന്നി, ആവിയന്ത്രം, ലോക്കോമോട്ടീവ്. കൃതികളും കർത്താക്കളുമാരിലും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി നെഹ്റു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മോഡേൺ ടൈംസ് എന്ന് പറയുന്ന ചിത്രം ചാർലി ചാപ്ലിൻ്റെ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം. പീറ്റർലോ കൂട്ടക്കൊല ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിതയായിരുന്നു ജോവാൻ ഓഫ് ആർക്ക് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടാവുന്ന എല്ലാ മെറ്റീരിയൽസും യൂസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് പോരെ. ടെലഗ്രാമിൽ ഇതിൻ്റെ PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയാണ്, കാരണം നമുക്ക് ഓൾറെഡി ഏകദേശം 58ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ സബ്സ്ക്രൈബേഴ്സിലെ എല്ലാവരും തന്നെ ഇതിൻ്റെ അകത്ത് നിലവിൽ ജോയിൻ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ് കണ്ടു കഴിഞ്ഞ് അതിൻ്റെ PDF നോട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അതേപോലെ തന്നെ ടെലഗ്രാമിൽ തന്നെയാണ് ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് വേണ്ട റിവിഷൻ ആയിട്ടുള്ള 2021-24 വരെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബോൾ സെറ്റ് ചെയ്യുന്നത്. വീക്കിലി റിവിഷൻ അത് നടക്കുന്നതും നമ്മുടെ ടെലഗ്രാമിൽ തന്നെയാണ്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ, കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി വരുന്നതും എല്ലാം എവിടെ തന്നെയാണ്? നമ്മുടെ ഈ പറയുന്ന ടെലഗ്രാമിൽ തന്നെയാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളാണ് ടെലഗ്രാമിൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓരോരുത്തരും എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മക്കളെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, കാരണം ഇതൊന്നും 10 പൈസ നിങ്ങൾക്ക് ചിലവില്ല. നിങ്ങളുടെ മൊബൈലിൽ ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് PDF നോട്ട് കിട്ടും. റിവിഷൻ സ്ട്രാറ്റജി ഉണ്ട്, റിവിഷൻ പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ എല്ലാ വീക്കിലിയും റിവിഷൻ, ഇതെല്ലാം നടക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ പക്ക PDF നോട്ട്, അതായത് എന്താണോ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് 1-2 പ്രാവശ്യം ക്ലാസ് കണ്ട് ഈ നോട്ടും വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പക്ക ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്താണോ നിങ്ങൾക്കൊരു പെയ്ഡ് കോഴ്സിൽ കിട്ടുന്നത് അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിർത്തിക്കൊണ്ട് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ക്ലാസ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും റിവിഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് തയ്യാറുണ്ട്, അതേപോലെ തന്നെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് മാത്രം പഠിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എനിക്കറിയാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊന്നും നമ്മൾ ഒരു കോംപ്രമൈസും വച്ചിട്ടില്ല. എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഈ പറയുന്ന റെഫറൻസ് ബുക്കുകളാണെങ്കിലും SCERT ആണെങ്കിലും NCERT ആണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ആകെ ഒരു തുകയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നോട്ട്സ് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് ഒരു സ്റ്റുഡൻറ്റിനും, അതായത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റൊരു സ്റ്റുഡൻറ്റിനും എഴുതാനായിട്ട് പറ്റത്തില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും ക്ലാസ്സും തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും അത് അത്രത്തോളം ആത്മാർത്ഥതയോട് കൂടി തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഇതൊരു പെയ്ഡ് കോഴ്സ് അല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്നിത് കണ്ടില്ലെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് റിവിഷന് ഞാൻ നിലവിൽ ജോയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് ക്വസ്റ്റ്യൻ ബോൾ ഞാൻ ചെയ്യാൻ ഇന്ന് സമയമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പഠിക്കാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി വീട്ടമ്മമാരുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഒത്തിരി ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവരൊക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു ഫ്രീ കോഴ്സ് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളും അത് അങ്ങനെ തന്നെ അത് എന്ത് ചെയ്യുക, 100% ആത്മാർത്ഥതയോട് കൂടി തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് 100% ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് ക്ലാസ് ആയാലും നോട്ടായാലും എല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ തന്നെയാണ് ക്ലാസ്സും നോട്ട്സും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അത് അങ്ങനെ തന്നെ ചെയ്യുക. അതേപോലെ നമ്മുടെ ക്ലാസ്സുകളും അതേപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അത്രത്തോളം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവരിലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇനി ആരും എന്ത് ചെയ്യരുത്, ജോയിൻ ചെയ്യാതിരിക്കരുത്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങളെ ഒരു പെയ്ഡ് കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ
ഓഫ്ലൈൻ സെന്ററിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന നോട്ട്സും അതേപോലെ തന്നെ റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടി മക്കളെ നമ്മൾ അറ്റൻഡ് ചെയ്താലാണ് നിങ്ങളിപ്പോൾ എന്താ പഠിക്കുന്നത് എന്നുള്ളത്, ഇപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് നാളെയോ നാളെ കഴിഞ്ഞോ, ഇപ്പോൾ ഒരു ക്ലാസ് തന്നിട്ട് ആ ക്ലാസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ക്ലാസ് പിറ്റേ ദിവസം ക്ലാസ് തരുന്നു, അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റൊരു ക്ലാസ് പിന്നെ ഒരു ദിവസം തരുന്നു, അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സിലബസ് നിങ്ങൾ എടുത്തിട്ട് ആ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോന്നും നിങ്ങൾക്ക് സിലബസിലെ ടിക്ക് ചെയ്ത് അതായത് ഒരു ഓർഡറിൽ തന്നെ ടിക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഈ ക്ലാസ് മൊത്തം കഴിയുമ്പോഴത്തേക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു റാങ്ക് ഫയൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഈ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത്രത്തോളം എന്താണ് ഡെപ്തിലേക്ക് ഇറങ്ങി തന്നെയാണ് നോട്ട്സ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും പോകുന്നത്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോഴും ചോദിക്കാറുണ്ട്, സാറേ ഇനി നമ്മൾ വേറെ പഠിക്കണമെന്നുള്ളത്. ഇനി വേറെ പഠിക്കണോ എന്നുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു ചോദ്യം വരത്തില്ല. പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വേറെ കാര്യങ്ങളൊക്കെ പഠിച്ചോ, എനിക്ക് അതിൽ ഒരു പ്രശ്നമില്ല. കാരണം വെറുതെ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കി എന്ന് പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ റിവിഷൻ ചെയ്യാൻ കൂടി പറ്റണം. ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സും അതിന്റെ PDF നോട്ടും നിങ്ങൾക്ക് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമോ അല്ലെങ്കിൽ 6 മാസമോ 1 വർഷമോ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ കോഴ്സിന്. എന്ന് നിങ്ങൾക്ക് വേണോ അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സും, എപ്പോൾ നിങ്ങൾക്ക് നോട്ട് വേണോ അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ PDF നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ചെയ്യുന്ന നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. 2025 നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം സബലീകരിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.